ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഫലസ്തീന്റെ മണ്ണിലേക്ക് വരുന്നത് ഏതെങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല, നേരെ മറിച്ച് അവിടുത്തെ പാർട്ടി ആക്കീസുമാർ ആവശ്യപ്പെട്ടതാണ് ഉമർ ഈ നാട്ടിൽ വരണം. അമീറുൽ മുഅ്മിനീൻ ഈ നാട്ടിലെത്തിയാൽ അമീറുൽ മുഅ്മിനീന്റെ കയ്യിൽ ഈ നാടിന്റെ ആധാരം ഞങ്ങൾ എടുത്തു കൊടുക്കും എന്ന് ആ കാലഘട്ടത്തിലെ പാത്രിയാക്കീസുമാര് പറയുമ്പോ മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ മദീനത്തേക്ക് കത്തയക്കുകയാണ്. ഉമറെ അങ്ങ് വേഗത്തിൽ ഇവിടെ വരണം, കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് അടങ്ങുന്ന പരിശുദ്ധമായ മണ്ണ് ഇവിടുത്തെ പാത്രിയാക്കീസുമാര് ഒരു യുദ്ധവുമില്ലാതെ കൈമാറ്റം ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അവർ വെച്ച ഒരൊറ്റ ഉപാധി താങ്കൾ ഇവിടെ വരണമെന്നത് മാത്രമാണ് എന്ന് കേട്ടപ്പോൾ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു, മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി ഒരൊട്ടകപ്പുറത്തേറി കീറിയ കുപ്പായമിട്ട് കണ്ടം വെച്ച കോട്ടിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് വരുന്ന രംഗമുണ്ട്. ആർത്തിരമ്പുന്ന അലമാലകൾ പോലെ മനുഷ്യർ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ ഫലസ്തീന്റെ മണ്ണും പരിസരങ്ങളും, അതേ അമീറുൽ മുഅ്മിനീൻ 20 രാജ്യങ്ങളുടെ അധിപതി, 20 രാഷ്ട്രങ്ങളുടെ അധിപതി, 22 രാജ്യങ്ങളെ ഔദ്യോഗികമായി വാഴുന്ന ഭരണാധികാരി വരുന്ന കാഴ്ച കാണാൻ ഫലസ്തീൻ ജനത ഒന്നാകെ, അവിടെയുള്ള ക്രൈസ്തവരും ജൂതന്മാരും മുസ്ലിങ്ങളും അടങ്ങുന്ന പാരാവാരം ഒന്നിച്ചു നിൽക്കുമ്പോ അങ്ങകലെ നിന്നൊരൊട്ടകം നടന്നു വരികയാണ്. ആ ഒട്ടകം മെല്ലെ മെല്ലെ അടുത്തു വരികയാണ്. ആളുകൾ ആകാംക്ഷയോടെ നോക്കുകയാണ്. സ്വഹാബികൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ തിരിച്ചറിയുകയാണ്, ഒട്ടകപ്പുറത്തൊരാളുണ്ട്, ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച ഒരാളുണ്ട്. അതേ ആ ഒട്ടകം അടുത്തടുത്ത് വരുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. ആരാണ് ഈ വരുന്നത്? ഭരണാധികാരി വരുന്നൊരു അടയാളം ഇല്ലല്ലോ, 20 രാഷ്ട്രങ്ങളുടെ അധിപതി വരുന്നൊരു അടയാളം ഇല്ലല്ലോ. ഒരൊട്ടകം ഇങ്ങനെ വരുന്നു, ഒട്ടകപ്പുറത്തൊരാളുണ്ട്, ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച ഒരാളുണ്ട്, ഇങ്ങനെ വരുന്നത് കാണുകയും അവരിങ്ങനെ അടുത്ത് വന്നപ്പോ സ്വഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയുന്ന ആളുകൾ അവർ ഉമർ റളിയല്ലാഹു അൻഹു മർഹബ പറഞ്ഞു, മർഹബ യാ ഉമർ, മർഹബ യാ ഉമർ. അപ്പോഴും ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹു അറിയാത്ത ആളുകൾ വിചാരിച്ചത് ഒട്ടകപ്പുറത്തിരിക്കുന്ന ആളായിരിക്കും ഉമർ എന്നാണ്, ഒട്ടകത്തിന്റെ മുതുകത്തിരിക്കുന്ന ആളായിരിക്കും ഉമർ എന്നാണ്. പക്ഷേ ഒട്ടകപ്പുറത്തിരുന്നത് ഉസാമ റളിയല്ലാഹു അൻഹു ആണ്. ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു വന്നയാളാണ് ഉമർ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ആളുകൾ അത്ഭുതപരവശരായി, ആളുകൾ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം വന്നിട്ട് തന്റെ കുപ്പായം ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് പകരം ഒരു കുപ്പായം ഇടാൻ വേണം. പകരം ഒരു കുപ്പായം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അദ്ദേഹം വന്നിട്ട കുപ്പായത്തെക്കാൾ, ഇട്ടുകൊണ്ടുവന്ന കുപ്പായത്തെക്കാൾ മെച്ചമുള്ള കുപ്പായം ഈ പകരം കൊടുത്ത കുപ്പായമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹചാരികൾ പറഞ്ഞു, ഉമറേ, താങ്കൾ ഇട്ടുവന്ന കുപ്പായത്തെക്കാൾ കൊള്ളാലോ ഈ പകരമുള്ള കുപ്പായം, അതുകൊണ്ട് തന്നെ ഈ കുപ്പായം അങ്ങ് എടുത്തോ, ഇതിട്ടാൽ മതി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഞാൻ തന്ന കുപ്പായം അത് കഴുകുക മാത്രമല്ല അതിന് കുറച്ച് കീറലുകളുണ്ട്, അതൊരു തയ്യക്കാരന്റെ കയ്യിൽ കൊടുത്ത് തുന്നിച്ചു കൊണ്ടുവരൂ. ആ തുന്നിയ കുപ്പായമിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങുമ്പോ ആനയും അമ്പാരിയും അതുപോലെ തന്നെ അലങ്കരിച്ച കുതിരകളും ഒക്കെ നിരന്നു നിൽക്കുകയാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ഈ കാണുന്നത്? അവര് പറഞ്ഞു, ഉമറേ, നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, ഇത് വലിയ രാജ്യമാണ്, റോമക്കാർ ഭരിച്ച നാടാണ്, റോമൻ എംപയറിന്റെ കീഴിൽ ജീവിച്ച കൊട്ടാരങ്ങളുള്ള, അതുപോലെ തന്നെ പട്ടാളങ്ങളുള്ള, അതുപോലെ തന്നെ അശ്വങ്ങൾ നിരന്നു നിൽക്കുന്ന കുതിരപ്പടകളുള്ള വലിയ ലോകമാണ്. ഇവിടെ അതിൻ്റെതായ ചടങ്ങിൻ്റെതായ ചില മര്യാദകളുണ്ട്, അവർക്ക് ചില സ്വഭാവങ്ങളുണ്ട്. അതിന്റെ പേരിൽ അലങ്കരിച്ചു നിർത്തിയ കുതിരകളാണ്. അങ്ങക്ക് ഏതൊരു കുതിരയാണ് തിരഞ്ഞെടുക്കേണ്ടത്, തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ ഒരു കുതിരയെയും ആവശ്യമില്ല, ഞാൻ വന്ന ഒട്ടകമല്ലാതെ വേറൊരു ഒട്ടകത്തെയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയ സൈന്യത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രൗഢോജ്വലമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമുണ്ട്, ഓർത്തു വെക്കണം, ഏതാനും വർഷങ്ങൾക്കപ്പുറത്ത് മക്കയുടെ മലമടക്കുകൾക്കിടയിൽ ജീവിതം എന്തെന്നറിയാതെ, സംസ്കാരം എന്തെന്നറിയാതെ, വിശുദ്ധി എന്തെന്നറിയാതെ അഴുക്കുചാലുകളിൽ ജീവിച്ചവരാണ് നമ്മൾ. ലോകം തിരിഞ്ഞു നോക്കാത്ത രൂപത്തിൽ അധപ്പതിച്ചവരായിരുന്നു നമ്മൾ. ഒന്നുമില്ലാത്തവരായിരുന്നു നമ്മൾ, കൊട്ടാരമില്ലാത്തവരായിരുന്നു നമ്മൾ, അധികാരമില്ലാത്തവരായിരുന്നു നമ്മൾ, മന്ത്രിസ്ഥാനങ്ങളില്ലാത്തവരായിരുന്നു നമ്മൾ. പക്ഷേ നമുക്കിന്ന് അധികാരമുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, പ്രതാപങ്ങളുണ്ട്, അണികളുണ്ട്, രാഷ്ട്രങ്ങളുണ്ട്. പക്ഷേ ഇത് മുഴുവനും നമുക്ക് ലഭിച്ചത് ഓർത്തു വെക്കണം, ദുനിയാവ് കൊണ്ടല്ല. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം.
ഈ കൊട്ടാരവും പ്രതാപവും ഈ രാഷ്ട്രങ്ങളും ഈ രാജ്യവും ഈ ആധിപത്യവും അള്ളാഹു നമുക്ക് തന്നത് നമ്മുടെ വൈദഗ്ധ്യം കൊണ്ടല്ല. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം ഒന്നുകൊണ്ട് മാത്രമാണ് അള്ളാഹു നമുക്ക് പ്രതാപം തന്നത്. തെറ്റിദ്ധരിച്ചു പോകരുത്. ആനയെ കാണുമ്പോൾ, അമ്പാരിയെ കാണുമ്പോൾ, അലങ്കരിച്ച കുതിരപ്പടയെ കാണുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതാണ് ഇസ്സത്ത് എന്ന്, ഇതാണ് അഭിമാനമെന്ന്. ഈ കീറക്കുപ്പായമിട്ട് ഈ ഒട്ടകപ്പുറത്ത് വന്ന ഉമറിന് ഇസ്സത്ത് തന്നത് അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമാണ്.